നമസ്തേ, ഞാൻ രഞ്ജിത്ത്, തൃശ്ശൂരിൽ നിന്നും. ആധ്യാത്മിക പരിശീലനങ്ങളിലെ ആദ്യത്തെ ചൂട് തന്നെയാണ് ഫിസിക്കൽ എക്സസൈസസ്. വളരെ പ്രധാനമാണ് ശാരീരികമായ വ്യായാമങ്ങൾ. നാം ശരീരത്തിലുള്ള ചക്രകളെയും മെറീഡിയനുകളെയും എനർജി ചാനലുകൾ, ഊർജ്ജ ശരീരത്തെയും ഓറ ഇവയൊക്കെ പരിപാകപ്പെടുത്തി ധ്യാനത്തിന് മുമ്പ് തയ്യാറാക്കി എടുക്കേണ്ടതുണ്ട്. വലിയ വലിയ ധ്യാനങ്ങൾ ചെയ്യേണ്ടുന്ന സമയത്ത്, എല്ലാ ധ്യാനങ്ങൾ ചെയ്യുന്ന സമയത്തും നമുക്ക് ഫിസിക്കൽ ബോഡിക്ക് നല്ല എക്സർസൈസ് കൊടുക്കേണ്ടതുണ്ട്. ശരീരത്തിലെ എല്ലാവിധ ഭാഗങ്ങളെയും സ്റ്റിമുലേറ്റ് ചെയ്ത് അവിടെയൊക്കെ കെട്ടിക്കിടക്കുന്ന മലിനോർജ്ജങ്ങളെ തള്ളിക്കളയാൻ ഫിസിക്കൽ വ്യായാമങ്ങൾ വളരെ ഗുണപ്രദമായി ഭവിക്കുന്നു. നമ്മുടെ ഫിസിക്കൽ വൈറ്റാലിറ്റി കൂടുന്നു, എനർജി ബാലൻസ് കൂടുതലുണ്ടാകുന്നു. അതായത് ശരീരത്തിന് നമ്മുടെ ഫ്ലെക്സിബിലിറ്റി ആൻഡ് കോർഡിനേഷൻ, കോശങ്ങളും അവയവങ്ങളും ഒക്കെ തമ്മിലുള്ള ആ കോർഡിനേഷൻ പെർഫെക്റ്റ് ആകുന്നു. അതുപോലെ തന്നെ എൻഹാൻസ്ഡ് കോൺസെൻട്രേഷൻ, നമ്മുടെ ബ്രെയിൻ സിസ്റ്റമൊക്കെ ആക്ടിവേറ്റ് ചെയ്യുന്നു. ഇമോഷണൽ സ്റ്റെബിലിറ്റി ബാലൻസ്ഡ് ആവുന്നു. അതുപോലെ നമുക്ക് ഏത് ഹയർ സ്പിരിച്വൽ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിലും വ്യായാമത്തിന് അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. വളരെ ലളിതമായി ചെയ്യാവുന്ന വ്യായാമങ്ങൾ, കണ്ണുകളുടെ വ്യായാമങ്ങൾ, അതുപോലെ തന്നെ നെക്കുകളുടെ വ്യായാമങ്ങൾ, സൈഡ് ആൻഡ് അപ്വേർഡ്, ഐസ് അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ്, ദെൻ സൈഡ് വേസ്, എല്ലാതും 12 തവണ ചെയ്യാം. നമുക്ക് കൂടുതലായി ഊർജവും ശരീരവുമായി ബന്ധത്തെക്കുറിച്ച് വിശകലനം ചെയ്യാം. ആത്മാ നമസ്തേ. മഹാത്മാ ചൊവാക്കോക്സുയി തയ്യാറാക്കിയ പാഠ്യപദ്ധതികളെക്കുറിച്ച്, അത് ആധുനിക ജീവിതത്തിനായുള്ള പുരാതന ജ്ഞാനമായി എങ്ങനെ മനസ്സിലാക്കാമെന്ന് ഇന്നു മുതൽ വീഡിയോകൾ ചെയ്യാനായി തുടങ്ങുന്നു. ഇത് 1ാമത്തെ എപ്പിസോഡാണ്. നാം ശരീരം മാത്രമല്ല, ഊർജവുമാണ്. യോഗവിദ്യ, ഹീലിംഗ് ആൻഡ് ആൻഷ്യൻ്റ് വിസ്ഡം ഫോർ മോഡേൺ ലൈഫിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഒരാളെ കണ്ട ഉടനെ ഇയാളുടെ അടുത്ത് നിൽക്കുമ്പോൾ എന്തൊരു സമാധാനം എന്ന് തോന്നിയിട്ടുണ്ടോ? അതുപോലെ ചിലരുടെ അടുത്ത് ചെന്നാൽ കാരണമൊന്നുമില്ലാതെ അസ്വസ്ഥത തോന്നിയിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? മഹാത്മാ ചൊവാക്കോക്സുയിയുടെ പഠിപ്പിക്കലുകൾ പറയുന്നത്, നാം വെറും ഭൗതിക ശരീരം മാത്രമല്ല, നമുക്ക് ഒരു ഊർജ ശരീരവും, അതായത് എനർജി ബോഡിയുമുണ്ട്. ഇന്ന് ആ അത്ഭുതകരമായ സത്യത്തിലേക്ക് നമുക്ക് യാത്ര തുടങ്ങാം. ഇന്നത്തെ മഹാത്മാ ചൊവാക്കോക്സുയിയുടെ പഠിപ്പിക്കൽ എന്താണെന്ന് നോക്കാം. മഹാത്മാ ചൊവാക്കോക്സുയി ഏറ്റവും അടിസ്ഥാനപരമായ കണ്ടെത്തലുകളിൽ ഒന്നാണ് ഭൗതിക ശരീരത്തെ ചുറ്റിയുള്ള, അതിനുള്ളിലും ഒരു ഊർജ ശരീരം നിലനിൽക്കുന്നുവെന്ന്. ഭൗതിക ശരീരത്തെ ചുറ്റിയും അതിനുള്ളിലും ഒരു ഊർജ ശരീരം നിലനിൽക്കുന്നുവെന്ന്. ഈ ഊർജ ശരീരമാണ് നമ്മുടെ ആരോഗ്യം, നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ജീവശക്തി ഇവയെല്ലാം സ്വാധീനിക്കുന്നത്. ചില അസന്തുലിതാവസ്ഥകളും ആദ്യം പ്രകടമാക്കുന്നത് ഊർജ ശരീരത്തിലാണ്. അതിനുശേഷമാണ് അവ ഭൗതിക ശരീരത്തിൽ പ്രകടമാകുന്നത്. അതുകൊണ്ടാണ് ഊർജത്തെ മനസ്സിലാക്കുന്നത് ആരോഗ്യകരമായ ജീവിതത്തിൻ്റെ ആദ്യപടി. അതിനുശേഷമാണ് അവ ഭൗതിക ശരീരത്തിൽ പ്രകടമാകുന്നത്. അതുകൊണ്ടാണ് ഊർജത്തെ മനസ്സിലാക്കുന്നത് ആരോഗ്യകരമായ ജീവിതത്തിൻ്റെ ആദ്യപടി. എന്താണ് ഇതിൻ്റെ ആത്മീയമായ അർത്ഥം? കാറ്റിനെ കാണാൻ കഴിയില്ല, പക്ഷേ അതിൻ്റെ സ്പർശം നമുക്ക് അനുഭവിക്കാം.
വൈദ്യുതിയെ കാണാൻ കഴിയില്ല, പക്ഷേ അതിൻ്റെ ശക്തി നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ ഊർജത്തെയും കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല. എന്നാൽ സ്നേഹം, കരുണ, സന്തോഷം, പ്രാർത്ഥന, ധ്യാനം ഇവയെല്ലാം നമ്മുടെ ഊർജത്തെ മാറ്റുന്നു. അതുകൊണ്ടാണ് ആത്മീയ ജീവിതം ഊർജത്തെ ശുദ്ധീകരിക്കുന്ന ജീവിതം കൂടിയാകുന്നത്. ഒരു ചെറിയ കഥ പറയാം. ഒരു ഗ്രാമത്തിൽ 2 വിളക്കുകളുണ്ടായിരുന്നു. ഒന്നിൽ നല്ല എണ്ണ നിറഞ്ഞിരുന്നു, മറ്റൊന്നിൽ എണ്ണ തീർന്നിരുന്നു. രാത്രിയായപ്പോൾ ആദ്യത്തെ വിളക്ക് തെളിഞ്ഞു, രണ്ടാമത്തേത് ഇരുട്ടിലായി. ഗ്രാമത്തിലെ ഒരു കുട്ടി ചോദിച്ചു, രണ്ടും ഒരുപോലെയുള്ള വിളക്കുകളല്ലേ, എന്തുകൊണ്ടാണ് ഒന്ന് മാത്രം പ്രകാശിക്കുന്നത്? അവൻ്റെ മുത്തച്ഛൻ പറഞ്ഞു, വിളക്കിൻ്റെ ഭംഗിയല്ല, അതിൻ്റെ ഉള്ളിലെ ഊർജമാണ് പ്രകാശം നൽകുന്നത്. നമ്മുടെ ശരീരവും ജീവിതവും അങ്ങനെ തന്നെയാണ്. പുറമെ നാം എല്ലാവരും മനുഷ്യരാണ്, പക്ഷേ അകത്തെ ഊർജത്തിൻ്റെ ഗുണമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഗുണനിലവാരം നിർണ്ണയിക്കുന്നത്. ഇന്ന് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു പരിശീലനം പറയാം. ഇന്ന് രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം 5 മിനിറ്റ് നിശബ്ദമായിരിക്കൂ. മൃദുവായി ശ്വസിക്കൂ. ഹൃദയത്തിൽ ഒരു പുത്തൻ പുഞ്ചിരി വിരിയിക്കൂ. മനസ്സിൽ പറയൂ, ഞാൻ ദിവ്യ ജീവശക്തിയാൽ നിറയുന്നു, ഞാൻ ദിവ്യ ജീവശക്തിയാൽ നിറയുന്നു, ഞാൻ ദിവ്യ ജീവശക്തിയാൽ നിറയുന്നു. അതിനുശേഷം ഭൂമിയെയും എല്ലാ ജീവജാലങ്ങളെയും സ്നേഹത്തോടെ അനുഗ്രഹിക്കൂ. ഈ ചെറിയ പരിശീലനം പോലും നിങ്ങളുടെ ഊർജ ശരീരത്തിൽ നല്ല മാറ്റങ്ങൾക്ക് തുടക്കമാക്കുന്നു. ഇന്നത്തെ ജീവിതപാഠം ഓർമ്മിക്കൂ. നാം ശരീരത്തെ ദിവസവും കുളിപ്പിക്കുന്നു, എന്നാൽ നമ്മുടെ ഊർജ ശരീരത്തെ ശുദ്ധീകരിക്കാറുണ്ടോ? നാം ശരീരത്തിന് ഭക്ഷണം നൽകുന്നു, പക്ഷേ നമ്മുടെ ആത്മാവിന് സമാധാനവും സ്നേഹവും ധ്യാനവും നൽകുന്നുണ്ടോ? യഥാർത്ഥ ആരോഗ്യ ജീവിതം ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഊർജ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും സന്തുലിതാവസ്ഥയിലാണ്. നമ്മുടെ ആത്മാവിന് സമാധാനവും സ്നേഹവും ധ്യാനവും നൽകുന്നുണ്ടോ എന്ന് നാം ഓർക്കണം. ഓരോ യഥാർത്ഥ ആരോഗ്യ ജീവിതവും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഊർജ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും സന്തുലിതാവസ്ഥയിലാണ്. മഹാത്മാ ചോവാകോക്സുയി നമ്മെ പഠിപ്പിക്കുന്നത് ഊർജം ജീവിതമാണ്. ഊർജം സന്തുലിതമാകുമ്പോൾ ആരോഗ്യം മെച്ചപ്പെടുന്നു, മനസ്സ് ശാന്തമാകുന്നു, വികാരങ്ങൾ ശുദ്ധമാകുന്നു, ആത്മീയ വളർച്ച വേഗത്തിലാവുന്നു. ഇന്നത്തെ ഈ ചെറിയ പഠിപ്പിക്കൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ വാതിൽ തുറക്കട്ടെ. നിങ്ങളുടെ ശരീരം ആരോഗ്യവാനാകട്ടെ, നിങ്ങളുടെ ഊർജ ശരീരം പ്രകാശമാകട്ടെ, നിങ്ങളുടെ മനസ്സ് ശാന്തമാകട്ടെ, നിങ്ങളുടെ ആത്മാവ് ദിവ്യപ്രകാശത്തിലേക്ക് ഉയരട്ടെ. ആത്മാ നമസ്തേ. ഐ ആം രഞ്ജിത്ത് from Thrissur, a student of Mahatma Chowakoksui and Ma Charlotte Anderson Pranavidya School of Healing, Thrissur. Thank you. Namaste.